നമസ്കാരം എല്ലാവർക്കും. അപ്പം ഞാനിന്ന് പറയാൻ പോണത് ഉപ്പിനെ കുറിച്ചാണ്. അപ്പോൾ ഉപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി പ്രശ്നക്കാരനാണ്, ഇത്തിരി പ്രശ്നമല്ലാത്ത കാരണമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരാണെന്ന് പറയുന്നതാണ് ബെറ്റർ. അപ്പോൾ ഉപ്പ് ഒരു ആൾക്കാരിൽ നിന്ന് അല്ല ഒരാൾക്ക് എത്ര ശതമാനമാണ് അല്ല എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് കൺസ്യൂം ചെയ്യാൻ ഫുഡിലൂടെ. അപ്പോൾ ഒരാൾക്ക് ഒരു ദിവസം നമുക്ക് 2000 mg ആണ് നമ്മൾ കൺസ്യൂം ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ 2 ഗ്രാം ആണ്. 2 ഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗമാണ്. അപ്പോൾ അത് ഒരിക്കലും നമ്മൾ പ്രാക്ടിക്കലി നമുക്ക് ഒരു ദിവസം ഒരു 2 ഗ്രാം വെച്ച് അളവെടുത്തൊന്നും ഒരിക്കലും നമ്മൾ പുറത്തു പോകുന്നവരാണ്, യാത്ര ചെയ്യുന്നവരാണ്. അപ്പം ഒരിക്കലും അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് പരമാവധി നമ്മൾ റെഗുലർ മീൽ ചെയ്യുന്നത് ഉപ്പ് മാക്സിമം കൂടുതൽ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ച് കഴിഞ്ഞാൽ ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അതിനകത്ത്. ഇതിനകത്ത് ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ കിഡ്നി അസുഖമുള്ളവർക്ക്, പിന്നെ വയറിൻ്റെ പ്രശ്നമുള്ളവർക്ക്, വയറിന് പ്രശ്നം ഉണ്ടാക്കുന്നതുമാണ് കേട്ടോ. വയറിന് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്, കിഡ്നിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രഗ്നന്റ് ലേഡീസിന് പ്രശ്നമാണ്, മനസ്സിലായോ? അപ്പം നമ്മൾ ഉപ്പ് കൂടുതൽ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് മറ്റേ എന്താ പറയുക, ഈ മൂക്കിൽ ജലദോഷം വരെ മൂക്കിലൊക്കെ ഒഴിക്കാം. പിന്നെ കാറുകൾ ചെയ്യാം, തൊണ്ടയിൽ ഇതൊക്കെ പുണ്ണുണ്ടെങ്കിൽ, അതായത് ചെറിയ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാറുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഉള്ള നല്ല ഗുണങ്ങളേ ഉള്ളൂ. ഇന്റേണലി കുറച്ച് പ്രശ്നമുള്ള സാധനമാണ്, എക്സ്റ്റേണലി ഇത് ഓക്കെയാണ്. ഉപ്പൊക്കെ ഇട്ട് എന്തെങ്കിലും സാധനത്തിന് കൊല്ലാൻ വരെ ഇട്ട് കഴിഞ്ഞാൽ അത് നശിച്ചു പോകും, മനസ്സിലായി? അപ്പം അത്ര എഫക്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അപ്പം അതുപോലെ തന്നെ സോൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു 12 ഇനം സോൾട്ട് ഉണ്ട്. ഓരോ സാൾട്ടിനും ഓരോ പ്രത്യേകത. ചില സോൾട്ട് വന്നിട്ട് ഇപ്പോൾ 2 ഗ്രാം ഉപയോഗിക്കാം, ചില സോൾട്ട് വന്നിട്ട് നമ്മൾ 3 ഗ്രാം ഉപയോഗിക്കാൻ പറ്റുന്ന സോൾട്ട് ഉണ്ട്, അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന സോൾട്ട് ഉണ്ട്, മനസ്സിലായോ? റോക്ക് സോൾട്ട് ഉണ്ട്, ക്രിസ്റ്റൽ സോൾട്ട് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പിങ്ക് സോൾട്ട് ഉണ്ട്, മനസ്സിലായോ? അപ്പം ഹിമാലയൻ സോൾട്ട് ഉണ്ട്. അപ്പം അതുപോലെ തന്നെ സോൾട്ട് 12 ടൈപ്സ് സോൾട്ട്സ് ഉണ്ട് ഇത്ര 2024 വരെ ആൾക്കാർ. അപ്പം നമുക്ക് ആരോഗ്യമായിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെഗുലർ ഫുഡിൽ നിന്ന് തന്നെ നിങ്ങൾ കഴിക്കുന്ന സോൾട്ടിന്റെ അളവ് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും, മനസ്സിലായോ? അപ്പം എനിക്ക് കിട്ടിയ അറിവ്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചതും കാര്യങ്ങളൊക്കെ എക്സ്പെരിമെന്റ് ചെയ്തതായാലും ഞാൻ പഠിച്ചതാവട്ടെ, അപ്പം ആ ഒരു അറിവ് നിങ്ങളിൽ ഈ വീഡിയോയിലൂടെ എത്തിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാൾ കേട്ടാൽ 2 ആൾ കേട്ടാൽ നല്ലതാണ്, മനസ്സിലായോ? അപ്പം എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. ഓക്കെ, ബൈ.